നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 6. മക്കളെ, ഷഷ്ടഃ പാഠഃ ഭീമാകാരം പശ്യാമഃ. ഷഷ്ടഃ പാഠഃ, 6ാമത്തെ പാഠം അല്ലെങ്കിൽ പാഠം 6. ഭീമാകാരം പശ്യാമഃ. ഒരു ഭീമാകാരം, ഒരു ഭീമമായ ആകാരത്തോട് കൂടിയവനെ നമുക്കൊന്ന് കാണാം. കഥാനുസാരം ചിത്രാണി സംഖ്യാനാം സാഹായ്യേന ക്രമീകരോതോ അവതാരയതോ. ഈ കഥ, ചിത്രം പശ്യ, കഥ സുപ്രസിദ്ധ ഏവ അല്ലേ? ശ്രുതം വാ, കഥം ശ്രുതം വാ, കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ കഥ ഒന്ന് ക്രമത്തിലാക്കണം. എങ്ങനെ ക്രമത്തിലാക്കുക? ആ കഥയൊന്ന് ഓർത്ത് നോക്ക്. കശ്ചിത് സീവകഃ, തുന്നൽക്കാരൻ. ഏകഃ ഹസ്തിപഃ പ്രതിദിനം ഗജം സ്നാനാർത്ഥം അനയത്. തദാനീം സീവകസ്യ കാര്യാലയസ്യ പുരതः സः ഹസ്തം പ്രസാരയത്. തദാനീം സീവകः തസ്മൈ കദളീഫലം അയച്ഛത്. ഗജः സന്തുഷ്ടः. പ്രതിദിനം ഇതമേവ ആവർത്തയതി സ്മ. ഏകദാ സീവകസ്യ ഹസ്തേ കദളീഫലം നാസ്തി. ഗജഃ പൂർവവത് ഹസ്തം പ്രാസാരയത്. തദാനീം സേവകः കിം അകരോത്? സൂച്യ തസ്യ ഹസ്തേ ഏകം പ്രഹരണമകരോത്. ഒന്ന് കുത്തി. ഗജഃ വേദനയാ അതീവ ക്രോധാലു അഭവത്. സഹ മൗനമവലംബ്യ സ്നാനാർത്ഥം വാപീം അഗച്ഛത്. ആഗമനസമയെ സഹ തസ്യ ശുണ്ഡായാം ജലം സംഭരതി സ്മ. സീവകസ്യ കാര്യാലയസ്യ പുരതഃ സ്ഥിത്വാ ഗജഃ തത്ര മലിനജലം സീവകം പ്രതി പ്രാക്ഷിവത്. സീവകസ്യ ആഭണേ സ്ഥിതാः വസ്ത്രാണി സീവകയന്ത്രം സർവമപി മലിനമഭവത്. തദാ സീവകः ഏകം കാര്യം അവഗച്ഛതി സ്മ. ഗജഃ പ്രതികാരമപി കരിഷ്യതി ഇതി. കേനാപി പ്രകാരേണ അഹം കഥം ഉക്തവതി. യൂയമപി തത് ശ്രുത്വാ ചിത്രം ക്രമീകുർവന്തോ. പ്രഥമേത്രം തദേവ, ദ്വിതീയേത്രം പ്രഥമേത്രം അധഃ ഹസ്തിപഃ ഗജഃ ച, ദ്വിതീയേത്രം സഹ സീവകः കദളീഫലം അയച്ഛത്. തൃതീയേത്രം
सः सूच्य तस्य शुण्डायाम् एकं प्रहरम् अकरोत्। सेवकः तद् स्मृत्वा हसितः, परन्तु प्रत्यागमनवेलायां सः गजः शुण्डायां सम्भृतं जलं सर्वमपि तस्य सेवकस्य आपणे प्राक्षिपत्। സർവമപി വസ്ത്രാണി മലിനാനി അഭവൻ. ക്രമീകരിക്കുക, സംഖ്യ എഴുതിയാൽ മതി കേട്ടോ. ജന്മനാ ഏവ മാനവാः യാത്രാകുതുകിനഃ ഭവന്തി. ദേശാന്തരഗമനായ അസ്മാകം പൂർവജാः മഹാന്തः ഉത്സാഹിനः ആസൻ. യാത്രാഭിः നൂതന അനുഭവാൻ നവ്യജ്ഞാനാനി മാനസോല്ലാസം സ്വജീവനവിജയം ച അനായാസം സമ്പാദയാമः. അദ്യ വയം ഏകാം യാത്രാം കുർമഃ. ജന്മനാ ഏവ മാനവാः യാത്രാകുതുകിനഃ ഭവന്തി. ജന്മനാ തന്നെ, ജനിക്കുമ്പോൾ തന്നെ മാനവാः മനുഷ്യാ യാത്രാകുതുകിനഃ ഭവന്തി. യാത്ര പോകാൻ വളരെ ഉത്സാഹമുള്ളവരാണ്. ദേശാന്തരഗമനായ പല സ്ഥലങ്ങളിലും പോകുന്നതിന് വേണ്ടി അസ്മാകം പൂർവജാഹ നമ്മുടെ പൂർവജർ, നമ്മുടെ മുൻഗാമികൾ മഹാന്തഃ ഉത്സാഹിനഃ ആസൻ വളരെ ഉത്സാഹികളായിരുന്നു. യാത്രാഭിഹി ഈ യാത്രകളെ കൊണ്ട് നൂതന അനുഭവാൻ നൂതനമായ അനുഭവങ്ങൾ, നവ്യജ്ഞാനങ്ങൾ, പുതിയ പുതിയ അറിവുകൾ, മാനസ ഉല്ലാസം മനസ്സിൻ്റെ സന്തോഷം, സ്വജീവന വിജയം അങ്ങനെ സ്വന്തം ജീവിത വിജയം ച അനായാസം സമ്പാദയാമഹ യാതൊരു പ്രയാസവും കൂടാതെ ഇതെല്ലാം അവർ നേടിയെടുക്കുന്നു. അദ്യ വയം ഏകാം യാത്രാം കുർമഃ ഇന്ന് നമുക്കൊരു യാത്ര പോകാം. അത്ര ആനക്കോട്ട തത്ര ഗുരുവായൂർ ക്ഷേത്രസ്യ സമീപസ്ഥിതം ആനക്കോട്ട. തത്ര ബഹവः ഗജാः സന്തി. 40 ഗജാः തത്ര സന്തി ഇതി അഹം അശൃണു. വയം പാഠം പശ്യാമः. ഛാത്രാः അധ്യാപികയാ സഹ വിദ്യാർത്ഥികൾ അധ്യാപികയാ സഹ വിദ്യാലയാത് വിനോദയാത്രായൈ ഗുരുവായൂർ ആനക്കോട്ടാം അഗച്ഛന്തി. തത്ര പ്രവൃത്തം സംഭാഷണം ശൃണുമഃ. ഛാത്രാः വിദ്യാർത്ഥികൾ അധ്യാപികയാ സഹ എന്നതൊരു അവ്യയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ യോഗത്തിൽ തൃതീയ വിഭക്തി. അതിൻ്റെ യോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമീപമുള്ള പദം, തൊട്ടടുത്തിരിക്കുന്ന പദം തൃതീയ വിഭക്തിയിലായിരിക്കണം പ്രയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അധ്യാപികയാ സഹ അപ്പോൾ തൃതീയ വിഭക്തിയായി. അധ്യാപികയാ, രമയാ, സീതയാ. അപ്പം അധ്യാപക ആണെങ്കിലോ ആണെങ്കിൽ എങ്ങനെ പറയും? അധ്യാപകേന സഹ. അത് അകാരാന്ത പുല്ലിംഗം. അധ്യാപക എന്നത്, അധ്യാപിക എന്നത് ആകാരാന്ത സ്ത്രീലിംഗം. നിങ്ങൾ പുസ്തകം ഒന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അകാരാന്ത പുല്ലിംഗത്തിലുള്ള തൃതീയ വിഭക്തി ഏകവചനവും ആകാരാന്ത സ്ത്രീലിംഗത്തിലുള്ള തൃതീയ വിഭക്തി ഏകവചനം കുറച്ച് വ്യത്യാസമുണ്ട് ആ പദത്തിൽ. ഛാത്രാः അധ്യാപികയാ സഹ വിദ്യാലയാത് വിനോദയാത്രയായി ഗുരുവായൂർ ആനക്കോട്ടാം ഗച്ഛന്തി. ഗുരുവായൂരിലെ ആനക്കോട്ടയിലേക്ക് പോകുന്നു. തത്ര പ്രവൃത്തം സംഭാഷണം ശൃണുമഃ. അവിടെയുള്ള ഒരു സംഭാഷണം നമുക്ക് കേൾക്കാം. മാളവിക പശ്യതു താരേ തത്ര ഭീമാകാരോ ഗജഃ അസ്തി. താര ആം സുന്ദരോയം ഗജഃ പർവ്വത ഇവ ദൃശ്യത്തെ. ജോസഫः പശ്യതു ശൂർപ്പവത് കർണൗ സ്തംഭവത് പാദഃ. അരവിന്ദः അസ്യ ദീർഘ പീന ച ശുണ്ഡ ആശ്ചര്യം ജനയതി.
रहीमः पश्य तत्र एको गजः नृत्यति। मीरा मन्ये एकस्य गजस्य मस्तकात् जलं स्रवति तत् कुतः? अध्यापिका समीचीनः प्रश्नः। तद् मदजलमेव। इतोप्यधिकं ज्ञातुं हस्तिपं पृच्छामः। आगच्छन्तु अत्रैं भागं നോക്കാം. छात्राः अध्यापिकया सह विद्यालयात् विनोदयात्रायै ഗുരുവായൂർ ആനക്കോട്ടാം ഗച്ഛന്തി. അവർ ഗുരുവായൂരിലുള്ള ആനക്കോട്ടയിലേക്ക് പോവുകയാണ്. തത്ര പ്രവൃത്തം സംഭാഷണം ശൃണുമഃ. അവിടെയുള്ളൊരു സംഭാഷണം നമുക്ക് കേൾക്കാം. മാളവിക പറയുന്നു, പശ്യതു താരേ, നോക്കൂ താരേ. താരാ ആകാരാന്ത സ്ത്രീലിംഗം, അതിൻ്റെ സംബോധന പ്രഥമ. താരേ പശ്യതു താരേ, താരേ നോക്കൂ. തത്ര ഭീമാകാരോ ഗജഃ അസ്തി. അവിടെ ഒരു വലിയ ആനയുണ്ട്. താര ആം ആ ഉവ്വ ഉവ്വ്. സുന്ദരോയം ഗജഃ. ഔ ആന എത്രയൊരു സുന്ദരനാണ്. പർവ്വതൈവ ദൃശ്യത്, ഒരു പർവ്വതം പോലെ, ഒരു വലിയ മല പോലെ. ജോസഫ പശ്യതു ശൂർപ്പവത് കർണോ. ഓ അതിൻ്റെ ചെവി നോക്കൂ. അതിൻ്റെ 2 ചെവികൾ എങ്ങനെയുള്ളതാണ്? ശൂർപ്പവത്, ശൂർപ്പഹ മുറം, ശൂർപ്പവത് മുറം പോലുള്ള ചെവി നോക്കൂ. 2 മുറം കൊണ്ട് ഇങ്ങനെ എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ശൂർപ്പവത് കർണോ പശ്യതു. സ്തംഭവത് പാദാഹച്ച, തൂണുപോലുള്ള പാദങ്ങൾ. സ്തംഭവത് ചത്വാരഹ പാദാഹച്ച, തൂണുപോലുള്ള 4 പാദങ്ങൾ. അരവിന്ദ അസ്യ ദീർഘ പീനാച്ച, അസ്യ ദീർഘ പീനാച്ച ശുണ്ഡ ആശ്ചര്യം ജനയതി. അസ്യ അതിൻ്റെ ഗജസ്യ ദീർഘ പീനാച്ച ശുണ്ഡ, ആ നീളമുള്ള തടിച്ച ആ തുമ്പിക്കൈയുണ്ടല്ലോ, അത് ആശ്ചര്യം ജനയതി, ആശ്ചര്യം ഉളവാക്കുന്നു. റഹീമഹ പശ്യ തത്ര ഏകോ ഗജഃ നൃത്യതി. അവിടെ ഉണ്ടല്ലോ ഒരു ആന അങ്ങനെ ആടി നൃത്തം ചെയ്യുന്നു. മീര മാന്യേ ഏകസ്യ ഗജസ്യ മസ്തകാത് ജലം സ്രവതി തത് കുതഃ. മാന്യേ അല്ലയോ, ടീച്ചറെ സംബോധന ചെയ്യാവും. അതോ ഇനി അവിടെയുള്ള നിൽക്കുന്ന ആളെയാണോന്ന് അറിയില്ല. മാന്യ എന്ന് പറഞ്ഞാൽ തന്നെ ബഹുമാന പുരസരം പറയുന്ന വാക്കാണല്ലോ. അതിൻ്റെ സംബോധന മാന്യേ, ബഹുമാനമുള്ള ആളെയാണല്ലോ മാന്യേ, മാന്യ എന്ന് പറയാം. മാന്യഹ, എൻ്റെ സംബോധന മാന്യേ. ഏകസ്യ ഗജസ്യ മസ്തക ജലം സ്രവതി. എന്താണ് ഒരു ഏകസ്യ ഗജസ്യ ഒരു ആനയുടെ മസ്തകാത് നെറ്റിയിൽ നിന്ന് ജലം സ്രവതി, വെള്ളം ഒഴുകുന്നുണ്ടല്ലോ. തത് കുതഃ, അതെന്താണ് അങ്ങനെ? അധ്യാപിക സമീചീനഃ പ്രശ്നഃ, ഉത്തമം പ്രശ്നഃ, നല്ല ചോദ്യം തന്നെ. തത് മദജലമേവ, അത് മദജലമാണ്. ഇതോപ്യധികം ജ്ഞാതും, ഇതിലധികം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ജ്ഞാതും തുമുന്നന്തമവ്യം, ജ്ഞാതും തുമുന്നന്തമവ്യം. ഹസ്തിപം പൃച്ഛാമഹ, ഹസ്തിപനോട്, ഹസ്തിയെ പാലിക്കുന്നവനാണ് ഹസ്തിപൻ, ആനയുടെ പാപ്പാൻ, ആനപ്പാപ്പാനോട് പൃച്ഛാമഹ നമുക്ക് ചോദിക്കാം. ആഗച്ഛന്തോ എല്ലാവരും വരൂ. അധ്യാപിക ഭോ ഹസ്തിപ, അല്ലയോ പാപ്പാനെ, കിം നാമ മദജലം. എന്താണ് ഈ മദജലം എന്ന് പറഞ്ഞാൽ? ഹസ്തിപഹ തത്തു, അതാകട്ടെ ഗജസ്യ മദാവസ്ഥായാം തസ്യ മസ്തകാത് ജാതം ദ്രാവകം ഭവതി. ആനയ്ക്ക് മദമിളകുമ്പോൾ ആനയുടെ മസ്തകത്തിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകമാണ്, ഒരു ജലമാണ്, ഒരു വെള്ളം, ഒരു ദ്രവരൂപത്തിലുള്ളൊരു വസ്തുവാണ് ഈ മദജലം. അരുണഃ അത്ര കതി ഗജാഹ സന്തി. ഇവിടെ എത്ര ഗജാഹ കതി എത്ര, അത്ര കതി ഗജാഹ സന്തി, ഇവിടെ എത്ര ആനകളുണ്ട്? ഹസ്തിപഹ ഇതാനീം ഉപചത്വരിംശത് ഗജാഹ സന്തി. ഇപ്പോൾ ഏകദേശം ഉപചത്വരിംശത്, ഉപ എന്ന് പറഞ്ഞാൽ സമീപം എന്നുള്ളത്, ഒരു ചത്വാരിംശതിനോടടുത്ത്, 40നോടടുത്തുള്ള ഗജാഹ സന്ധി. റഹീമഹ ഗജഹ പ്രതിദിനം സ്നാനം കരോതിക്കും. ആന നിത്യവും കുളിക്കുമോ? കരോതിക്കും കുളിക്കുമോ?
ഹസ്തിപഹ ആ നൂനം തീർച്ചയായും രാവിലെ തന്നെ ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണിയാണ്. അവിടെ കിടന്ന ആന കുറേ സമയം വെള്ളത്തിൽ കിടന്ന് ആ വെള്ളമെല്ലാം തുമ്പിക്കൈയിൽ കൂടെ വലിച്ചെടുത്ത് തൻ്റെ പുറത്തേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒക്കെ ഒഴിച്ച് അങ്ങനെ ആനപ്പാപ്പാൻ അതിനെ നല്ലവണ്ണം തേച്ച് കുളിപ്പിച്ച് ആനയുടെ കുളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇതാണ്, ഗംഭീരമായ കാര്യമാണ്. പ്രതിദിനം സ്നാനം പ്രതിദിനം ദിനം ദിനം പ്രതി, അതാണ് പ്രതിദിനം. എല്ലാ ദിവസവും കുളിക്കുമോ? അസ്തിപഹ ആം നൂനം തീർച്ചയായും. ഗജവത് സ്നാനം ആചരേത് ഇതി വചനം പ്രഥിതമേവ. ആനയെപ്പോലെയുള്ള കുളി എന്നൊരു വാക്ക് തന്നെ പ്രസിദ്ധമാണ്. അധ്യാപിക ആം സത്യം, ശരിയാണ്. അനന്യ മാതാമഹി ഗജഗീതം പാടിതവതി. എൻ്റെ അമ്മമ്മ മാതാമഹി, അമ്മയുടെ അമ്മ മാതാമഹി, അമ്മയുടെ അച്ഛനാണെങ്കിലോ മാതാമഹ. മാതാമഹി ഗജഗീതം പാടിതവതി. ഗജഗീതം ഒരു ആനപ്പാട്ട്, ആനയെക്കുറിച്ചുള്ളൊരു പാട്ട് പാടിതവതി പാടി തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ പാടാം. മന്ദം പുരതശ്ചരതി ഗജ പർവതകായോ ഭവതി ഗജ ശുണ്ഡാദണ്ഡം ധരതി ഗജ ഇക്ഷോർദണ്ഡം വഹതി ഗജ. മന്ദം പുരതശ്ചരതി ഗജ പർവതകായോ ഭവതി ഗജ ശുണ്ഡാദണ്ഡം ധരതി ഗജ ഇക്ഷോർദണ്ഡം വഹതി ഗജ. മന്ദം ഗജഹ മന്ദം ചരതി, പതുക്കെ പതുക്കെ, ആനയുടെ നടത്തം പോലുള്ള നടത്തം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ കുലുങ്ങിയിട്ടുള്ള വളരെയധികം സാവധാനമുള്ള നടത്തമാണ്. ഒരു കാല് വെച്ച് മറ്റേ കാല് വെച്ച് അതിൻ്റെ അപ്പുറത്തെ കാല് വെച്ച് ഇപ്പുറത്തെ കാല് വെച്ച് അപ്പോഴും ഒരു അടി നീങ്ങി, അങ്ങനെ രണ്ടും അറിയാം അല്ലേ ആനയ്ക്ക്. മന്ദം പുരതശ്ചരതി ഗജ, പുരതഃ മുന്നിലതാ, ഗജഹ ചരതി പുരതഃ ചരതി, അതാണ് പുരശ്ചരതി. ഗജഹ പർവതകായോ ഭവതി ഗജ, പർവ്വതകായനാണ്, വലിയ പർവ്വതം പോലുള്ളൊരു കായമാണ്. കായഹ ശരീരം, കായഹ ശരീരം, ഗാത്രം എന്നൊക്കെ പറഞ്ഞ ശരീരം. പർവതകായോ ഭവതി ഗജ ശുണ്ഡാദണ്ഡം ധരതി ഗജ, ശുണ്ഡാദണ്ഡം ധരതി ഗജ, ശുണ്ഡയാകുന്ന ആ ദണ്ഡത്തെ അവൻ ധരിക്കുന്നു. വലിയ തുമ്പിക്കൈ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ട്, അവൻ്റെ ഒരു അവയവമാണ് തുമ്പിക്കൈ. ഇക്ഷോർദണ്ഡം വഹതി ഗജ, ഇക്ഷോർദണ്ഡം എന്ന് പറഞ്ഞാൽ കരിമ്പ് വെട്ടിയെടുത്തിട്ടുള്ള കരിമ്പുകൾ, അതാണ് ഇക്ഷോർദണ്ഡം എന്ന് പറയുന്നത്. അത് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ഇക്ഷോർദണ്ഡം വഹതി ഗജ. മന്ദം പുരതശ്ചരതി ഗജ പർവതകായോ ഭവതി ഗജ ശുണ്ഡാദണ്ഡം ധരതി ഗജ ഇക്ഷോർദണ്ഡം വഹതി ഗജ. സംഭാഷണാനന്തരം സർവേ ഛാത്രാः ഏകീഭൂയ ഇതം ഗീതം ഉച്ചൈഃ ആലപന്തി. കുട്ടികൾ ഉറക്കെ പാടുന്നു. തദനു യാത്രാം സമാപ്യ, ലബന്ധം അവ്യാണ്, സമാപ്യ അധികൃത്യ പോലെയുള്ള വാക്ക്. തദനു യാത്രാം സമാപ്യ, അതിനുശേഷം യാത്ര സമാപിപ്പിച്ചിട്ട് തേ വിദ്യാലയം പ്രതിഗച്ഛന്തി, അവർ വിദ്യാലയത്തിലേക്ക് പ്രതിഗച്ഛന്തി തിരിച്ചു പോകുന്നു. പദച്ഛേദഃ സുന്ദരോയം, സുന്ദരോ പിരിക്കുമ്പോൾ സുന്ദരഃ, ആ പ്രശ്ലേഷം എസ് പോലുള്ള അടയാളം പ്രശ്ലേഷം, അതിൻ്റെ സ്ഥാനത്ത് അകാരം വെച്ച്. അപ്പോൾ എങ്ങനെ പറയണം? സുന്ദരഃ അയം. ഇതോപ്യധികം, ഇതോപ്യ എവിടെ എന്ത് വെച്ച്? ഇതഹ, പ്രശ്ലേഷത്തിൻ്റെ സ്ഥാനത്ത് ആ വെച്ച്. അപ്പോൾ അഭിയായി, അധികം എന്തായി? അപ്യധികം. വിഗ്രഹം, പദങ്ങളുടെ വേറെ വേറെ ആയിട്ടുള്ള വാക്കുകൾ പറയാണ്, അതാണ് വിഗ്രഹിക്കുക. ഭീമാകാര, ഭീമഹ ആകാരഃ യസ്യ സഹ, ഭീമമായ ആകാരത്തോട് കൂടിയവനാരോ അവൻ, അതാണ് ഭീമാകാരഃ. ഹസ്തിപഹ, ഹസ്തിനം പാതി ഇതി ഹസ്തിപഹ, ഹസ്തിയെ പാലിക്കുന്നവനാണ്. ഹസ്തം നീണ്ട തുമ്പിക്കൈ,
അത് ഉള്ളത് കൊണ്ടാണ് ഇതിന് ഹസ്തി എന്ന് പേര് വന്നത്. ഹസ്തിനം പാതി ഇതി, ഹസ്തിയെ പാലിക്കുന്നവൻ ഹസ്തിപ. മതജലം, മതവിശിഷ്ടം ജലം. അടുത്തത് പഠന പ്രവർത്തനങ്ങൾ. ഗജാനാം നാമാനി ഉച്ചൈഹി വദതു. ഇവിടെ കുറേ ആനകളുണ്ട്, അവയുടെ പേരുകൾ. ഗുരുവായൂർ കേശവൻ. ഗുരുവായൂർ കേശവൻ ആ ക്ഷേത്രത്തിലെ ഒരു വലിയ ആന ആയിരുന്നു അല്ലേ. എപ്പോഴും ഭഗവാന്റെ ആ തിടമ്പ് എഴുന്നള്ളത്ത് സമയത്തൊക്കെ വഹിച്ചിരുന്നത് കേശവനായിരുന്നു. ആ കേശവനാന ചെരിഞ്ഞു അല്ലേ. ആന ചെരിയാന്ന് പറഞ്ഞാൽ ആന മരിച്ചുപോയി. അപ്പോൾ ഇന്നും ആ ആനയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ കേശവനാനയുടെ ആ വലിയ ചിത്രം അവിടെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ചിറക്കൽ കാളിദാസൻ. അടുത്തത് പാമ്പാടി രാജൻ. അടുത്തത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അങ്ങനെ 4 ആനകളുടെ പേരുകൾ നോക്കി മനസ്സിലാക്കുക. അമരകോശം പഠിത്വ മമ പര്യായപദാനി ലിഖതോ. കുട്ടികളോട് പറയാണ് ഗജഹ ആന പറയാണ്, എൻ്റെ പര്യായപദം, എനിക്ക് സമാനമായ അർത്ഥമുള്ള വാക്ക് വേറെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പറയൂ. അത് ഞങ്ങളിപ്പോൾ പറഞ്ഞുതരാം അല്ലേ. അടുത്തത് നമുക്ക് സംഭാഷണം അംശം നാടകരൂപേണ അവതാരയതു. അത് സൂചനകൾ എന്തെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഉചിത വേഷധാരണം, സംഭാഷണ ക്രമീകരണം, അവതാരണ ശൈലി. ഇതാ കുട്ടികളൊക്കെ ആനയുടെ മുഖം മൂടിയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഇനി അവർ സംഭാഷണം ചെയ്യുന്നത് പോലെ നിങ്ങളും ചെറിയ സംഭാഷണമൊക്കെ ഉണ്ടാക്കുക. സൂചനാനുസാരം പൂരയതു, സൂചന പോലെ പൂരിപ്പിക്കുക. ഇവിടെ സംബോധന പ്രഥമ രൂപമാണ് പറയുന്നത്. അതിൻ്റെ ഏകവചനം പിന്നെ അതിൻ്റെ ബഹുവചനമാണ് പറയുന്നത്. ദ്വിവചനം പറയുന്നില്ല കേട്ടോ. നമ്മൾ ഹേ രാമ, ഹേ രാമോ, ഹേ രാമഹ, ഹേ സീതേ, ഹേ സീതേ, ഹേ സീതാഹ എന്നൊക്കെ പറയണ്ടല്ലോ. അതുപോലെ അതിൻ്റെ ഏകവചനം ബഹുവചനം മാത്രമാണ് പറയുന്നത്. ഹേ ഗായക, അവിടെ വിസർഗമില്ല. ഹേ ഗായക ഗീതം ഗായതോ. അപ്പോൾ അവിടെ ഹേ ഗായകാഹ എന്ന് പറയുമ്പോൾ ക്രിയ ബഹുവചനത്തിൽ വെക്കണം. ഹേ ഗായകാഹ ബഹുവചനായി. ഗീതം ഗായന്തു, ഗായതു എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ഗായന്തു. അടുത്തത് ഹേ ഛാത്ര പുസ്തകം പഠതു. എങ്ങനെ പറയും? ഹേ ഛാത്രാഹ പുസ്തകം. ഇനി എങ്ങനെ പറയണം? പഠ, പഠന്തു. ഹേ പുത്ര ശീഘ്രം ധാവതു. ഹേ പുത്രാഹ, രണ്ടാമത്തെ ഒന്നും കൂടെ വായിക്കട്ടെ. ഹേ ഛാത്ര പുസ്തകം പഠതു, അല്ലയോ വിദ്യാർത്ഥി പുസ്തകം വായിക്കൂ. ഹേ ഛാത്രാഹ, അല്ലയോ വിദ്യാർത്ഥികളെ പുസ്തകം പഠന്തു, വായിക്കുവിൻ, പുസ്തകം വായിക്കുവിൻ. ഹേ പുത്ര ശീഘ്രം ധാവതു, അല്ലയോ മോനെ നീ വേഗത്തിൽ ഓടൂ. ഹേ പുത്രാഹ, അല്ലയോ മക്കളെ ശീഘ്രം ധാവന്തു. ഹേ ബാലികേ, ആകാരാന്ത സ്ത്രീലിംഗാണ്. ഹേ ബാലികേ മുഖം പ്രക്ഷാളയതു. ഹേ ബാലികാഹ മുഖം പ്രക്ഷാളയന്തു. ഹേ മഹിളേ അത്ര ആഗച്ഛതു. ഹേ മഹിളാഹ അത്ര ആഗച്ഛന്തു. കമപി യാത്രാം അധികൃത്യ ദൈനികയും ലിഖതു. ഇവിടെ ഒരു ദൈനിക എഴുതാനുള്ള പുസ്തകം നമുക്ക് തന്നിട്ടുണ്ട്. ദൈനിക എഴുതണം. ദൈനിക എഴുതുമ്പോൾ എന്താണ്, നമ്മൾ മലയാളത്തിലൊക്കെ ദൈനിക എഴുതും പോലെ തന്നെ എഴുതി നോക്കുക. അഹം പ്രാതഃ പഞ്ചവാദനവേളായാം ഉത്ഥാനം കരോമി, തതഃ പ്രഭാത കാര്യാണി കരോമി, തതഃ അഹം സ്നാമി. പിന്നെ മമ ഗൃഹസ്യ സമീപസ്ഥം ക്ഷേത്രം ഗച്ഛാമി, ഈശ്വരം പ്രാർത്ഥയാമി, തദനന്തരം ഗൃഹമാഗത്യ പ്രഭാതഭക്ഷണം ഖാദാമി. അനന്തരം അഹം ആനക്കോട്ടാം ദ്രഷ്ടും ഛാത്രൈഃ സമം തത്ര അഗച്ഛം. തത്ര ബഹവഃ ഗജാഃ സന്തി, സർവേപി ഗംഭീരാः ഗജാः. അഹം ഗജസ്യ സൗന്ദര്യം ദൃഷ്ട്വാ നിതരാശ്ചര്യയുക്തഃ ഭവാമി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് എഴുതന്നെ മക്കളെ. അടുത്തത് കസ്യജന പ്രദേശസ്യ ഹ്രസ്വചലച്ചിത്രം അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി വാ ചിത്രീകൃത്യ പ്രദർശയതു.
ചെയ്യാൻ പറ്റും പോലെ ചെയ്യാം. അടുത്തത് പദാനാം അർത്ഥം ലിഖതു. സമീചീനഃ എന്ന് പറഞ്ഞാൽ ഉത്തമം. പർവ്വതഃ, ശൈലഃ, ശൃഗാലഃ, ജംബുകഃ, വായസഃ, കാകഃ, അർണവഃ, സമുദ്രഃ. അമരകോശം. ദന്തി ദന്താവലോ ഹസ്തി ദ്വിരദോ അനേകപോദ്യുപ മദംഗജോ ഗജോ നാഗഃ കുഞ്ചരഃ വാരണഃ കരി. ഇപ്പോൾ ഗജത്തിൻ്റെ പര്യായമാണ് പറയുന്നത്. ദന്തി, ദന്തമുള്ളവൻ, കൊമ്പ്, ദന്തമുള്ളവൻ ദന്തി. ദന്താവലഹ എന്നും പറയുന്നുണ്ട്. ഹസ്തി, ഹസ്തത്തോടു കൂടിയാണ്, തുമ്പിക്കൈനെ പറ്റിയിട്ടാണ് പറയുന്നത്. നീണ്ട തുമ്പിക്കൈ, അങ്ങനെ ഹസ്തി എന്ന പേര് വന്നു. ദ്വിരദഃ, രണ്ട് വലിയ പല്ലുകൾ വളർന്നിട്ടാണ് കൊമ്പായി തീർന്നതെന്ന് പറയണ്ടല്ലോ, അതുകൊണ്ടാണ് ദ്വിരദഃ എന്ന് പറയുന്നത്. അനേകപ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ ഒരവയവം മാത്രം പോരാ, ഒന്നിലധികം അവയവങ്ങൾ വേണം. എങ്ങനെയാണ്? തുമ്പിക്കൈയിലൂടെ വെള്ളം വലിച്ചെടുത്ത് അത് വായയിലേക്ക് ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത്. അങ്ങനെയാണ് അനേകപ്പ എന്നും. ദ്വിപ, രണ്ട്, രണ്ട്, പാനാർത്ഥം ദ്വി അവയവം ഉപകാരകം ഭവതി, തസ്മാത് ദ്വിപഃ ഭവതി. മദംഗജഃ, ആനയുടെ പര്യായം. ഗജഃ, നാഗഃ, ആനയ്ക്ക് അങ്ങനെയും പറയാമെന്ന്. കുഞ്ചരഃ, അവിടെ ജായും എഴുതാം, കുഞ്ചര എന്നുള്ളതിനേക്കാളും കുഞ്ചര എന്നും എഴുതാം. വാരണഃ, കരി. കരിണോ കരിണഃ എന്നാണ്. കരി നഗാരാന്താണ്. നമ്മൾ ശശിനോ ശശിനഃ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കരിണോ കരിണഃ എന്നാണ്. ഇതൊക്കെ അകാരാന്ത പദങ്ങൾ. ഹസ്തി മാത്രമേ ഉള്ളൂ വ്യത്യാസപ്പെട്ടത്. കർണഃ, കർണശബ്ദഗ്രഹോ ശ്രോത്രം ശ്രുതി സ്ത്രീ ശ്രവണം ശ്രവഃ. കർണഃ, ചെവിയുടെ പര്യായങ്ങൾ. കർണഃ, പിന്നെ ശബ്ദഗ്രാഹക, ശബ്ദത്തെ ഗ്രഹിക്കുന്നവൻ. ശ്രോത്രം, ചെവി. ശ്രുതി, ചെവി, അത് സ്ത്രീലിംഗമാണ്. ശ്രവണം, ശ്രവഃ, ഇതെല്ലാം തന്നെ എന്താണ്? ചെവിയുടെ പര്യായങ്ങൾ. കർണ, ശബ്ദഗ്രാഹ, ശ്രോത്രം, ശ്രുതി, സ്ത്രീ, ശ്രവണം, ശ്രവഃ. അടുത്തത് ധാതുരൂപങ്ങളാണ്. ദൃശിര് ധാതു, അതിൻ്റെ കർമ്മണി ലട്ട്, ലകാരാണ് പറയുന്നത്. ദൃശിര് ധാതുവിൻ്റെ ലട്ടില രൂപം. പ്രഥമ പുരുഷനിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും. പ്രഥമ പുരുഷനിൽ ഏത് പദങ്ങൾക്കും, ക്രിയകൾക്കാണെങ്കിലും നാമങ്ങൾക്കാണെങ്കിലും എന്ത് പദങ്ങൾക്കും 3 വചനമുണ്ട്. അതാണ് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിങ്ങനെയുള്ളത്. ദൃശ്യതേ, ദൃശ്യേതേ, ദൃശ്യന്തേ. മധ്യമപുരുഷൻ ദൃശ്യസേ, ദൃശ്യേതേ, ദൃശ്യദ്വേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മധ്യമപുരുഷനിൽ ഏതെല്ലാം വാക്ക് വരും? 3 വാക്ക് മാത്രം. ഏതെല്ലാം? ത്വം, യുവാം, യൂയം. പിന്നെ ഉത്തമപുരുഷനിൽ ദൃശ്യേ, ദൃശ്യാവഹേ, ദൃശ്യാമഹ. അവിടെ ഏതെല്ലാം പദങ്ങൾ വരും? അഹം, ആവാം, വയം. പിന്നെ ബാക്കി എല്ലാ പദങ്ങളും, ഈ ലോകത്തുള്ള എല്ലാ പദങ്ങളും പ്രഥമ പുരുഷനിൽ വരും. പിന്നെ അടുത്തത് നാമരൂപങ്ങൾ. ദകാരാന്ത ത്രിഷു ലിംഗേഷു സമാനഃ അസ്മത് ശബ്ദ. ഇത് അസ്മത് ശബ്ദത്തിൻ്റെ 7 വിഭക്തിയാണ്. ദകാരാന്താണ് 3 ലിംഗത്തിലും ഒരുപോലെയാണ് പറയുക. എങ്ങനെ? ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ പ്രഥമ വിഭക്തിയിൽ. അഹം, ആവാം, വയം പഠിച്ചതല്ലേ. ഞാൻ, ഞങ്ങൾ, 2 പേർ, ഞങ്ങൾ. സംബോധന പ്രഥമ ഇല്ല എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദ്വിതീയ വിഭക്തിയിൽ മാം, മാ, 2 പദമുണ്ട്. മാം എന്നും പറയാം, മാ എന്നും പറയാം. മാം, മാ. ദ്വിവചനത്തിൽ ആവാം, നൗ, അസ്മാൻ, നഹ. തൃതീയയിൽ മയാ, ആവാഭ്യാം, അസ്മാഭിഹി. ചതുർത്ഥിയിൽ മഹ്യം, മേ, ആവാഭ്യം, നൗ, അസ്മഭ്യം, നഹ. പഞ്ചമിയിൽ മത്, ആവാഭ്യാം, അസ്മത്. ഷഷ്ടിയിൽ മമ, മേ, 2 രൂപം. ആവയോഹോ, നൗ, അസ്മാകം, നഹ. സപ്തമിയിൽ മയി, ആവയോഹോ, അസ്മാസു. ഇത് കാണാതെ പഠിക്കണം. ഇതൊക്കെയാണ് സിദ്ധരൂപം എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ
രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റിയിട്ട് ഉള്ള പാഠത്തിൽ സിദ്ധരൂപമൊക്കെ വായിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സിദ്ധരൂപമാണിത്. അപ്പോൾ 7 വിഭക്തിയും കാണാതെ പഠിക്കണം. സാവധാനം പഠിച്ചാൽ നിത്യം 2 പ്രാവശ്യം ചൊല്ലുക. എന്നാൽ 10 ദിവസം കൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞ് അത് കലാമേളയ്ക്കൊക്കെ സിദ്ധരൂപത്തിൽ ഒരൈറ്റാണ് ഇത്. അപ്പോൾ ദകാരാന്തം അസ്മശബ്ദം പ്രഥമ വിഭക്തിയിൽ അഹം ആവാം വയം പറഞ്ഞോളൂ. ദ്വിതീയ വിഭക്തിയിൽ മാം മാ ആവാം നൗ അസ്മാന്നഹ. തൃതീയ വിഭക്തിയിൽ മയ ആവാഭ്യാം അസ്മാഭിഹി. ചതുർത്ഥിയിൽ മഹ്യം മേ ആവാഭ്യം നൗ അസ്മഭ്യന്നഹ. പഞ്ചമിയിൽ മത് ആവാഭ്യം അസ്മത്. ഷഷ്ഠി മമ മേ ആവയോഹോ നൗ അസ്മാകന്നഹ. സപ്തമിയിൽ മയി ആവയോഹോ അസ്മസ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മളിപ്പോൾ മലയാളത്തിൽ നമുക്ക് നമ്മളെ പദങ്ങൾ എങ്ങനെ ഏത് വിഭക്തിയിലും പറയാം. അത് വിഭക്തിയാണെന്നൊന്നും നോക്കിയിട്ടില്ല. അല്ല, ഞാൻ, എന്നെ, എന്നോട്, എനിക്ക് വേണ്ടി, എന്നിൽ നിന്ന്, എൻ്റെ, എന്നിൽ എന്നൊക്കെ പറയണതാണ് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ വിഭക്തിക്കും ഓരോരോ വിഭക്തി പ്രത്യയമുണ്ട്. പ്രഥമ വിഭക്തിക്ക് ആ പദത്തിൻ്റെ അർത്ഥം മാത്രം. അഹം ആവാം വയം ഞാൻ, ഞങ്ങൾ 2 പേർ, ഞങ്ങൾ. അതിൽ വിഭക്തി പ്രത്യയമില്ല. മാം മാ എന്നെ, രണ്ടും അതന്നെ അർത്ഥം. ആവാം നൗ ഞങ്ങളെ 2 പേരെ. അസ്മാന്നഹ ഞങ്ങളെ എല്ലാവരും. തൃതീയൽ മയ എന്നാൽ. ആവാഭ്യ ഞങ്ങൾ 2 പേരാൽ. അസ്മാഭിഹി ഞങ്ങളാൽ. ചതുർത്ഥി വിഭക്തിയിൽ മഹ്യം മേ 2ൻ്റെ അർത്ഥം എനിക്ക് വേണ്ടി എന്നാണ്. ആവാഭ്യം നൗ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി എന്നാണ് 2 വാക്കിൻ്റെ അർത്ഥം. അസ്മഭ്യനഹ ഞങ്ങൾക്ക് വേണ്ടി എന്നാണ് 2 പദത്തിൻ്റെ അർത്ഥം. പഞ്ചമിയിൽ മത് എന്നിൽ നിന്ന്. ആവാഭ്യം ഞങ്ങൾ 2 പേരിൽ നിന്ന്. അസ്മത് ഞങ്ങളിൽ നിന്ന്. ഷഷ്ടിക്ക് മമമേ എൻ്റെ എന്നാണ് 2 പദത്തിൻ്റെ അർത്ഥം. ആവയോഹോനോ ഞങ്ങൾ 2 പേരുടെ. അസ്മാകന്നഹ ഞങ്ങളുടെ വിദ്യാലയം. അസ്മാകം വിദ്യാലയം. അസ്മാകൻ എന്താ പറയുക ഗൃഹം. അസ്മാകം ഉദ്യാനം എന്നൊക്കെ പറയില്ലേ. അസ്മാകം ഗുരു. അസ്മാകം നഹ 2നും ഒരേ അർത്ഥം. 2 പദമുണ്ട്. ന എന്ന് പറഞ്ഞത് ഒരു പദം തന്നെയാണ്. നഹ. മമ മേ ആവയോഹോ നൗ അസ്മാകന്നഹ. ഈ സപ്തമിയിൽ മയി ആവയോഹോ അസ്മാസു. അടുത്തത് ശബ്ദകോശാണ്. അർത്ഥം ഗജഹ കരി ആന. സംസ്കൃതത്തിൽ പഠിച്ചാലും പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. മലയാളത്തിൽ അറിയില്ലെങ്കിൽ മാത്രം ഇപ്പോഴൊക്കെ 6ാം ക്ലാസ് ആയതുകൊണ്ട് മലയാളത്തിൽ എഴുതിയാൽ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ടീച്ചർ എന്താ പറയണതെന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ അതുപോലെ ചെയ്യാം. ഗജഹ കരി ആന. പീന സ്ഥൂല തടിച്ച. ശുണ്ട ഹസ്തിഹസ്ത തുമ്പിക്കൈ. മാന്യേ പൂജ്യേ അല്ലയോ മാന്യേ. സ്രവതി ക്ഷരതി ഒഴുകുന്നു. സമീചീന ഉത്തമ യുക്തമായത്. പ്രശ്ന പൃച്ഛ ചോദ്യം. ഹസ്തിപ ഗജപാല ആനക്കാരൻ. ഇനി നമ്മളിവിടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അധികത അംശാഹ. പ്രസിദ്ധാനാം ഗജാനാം നാമാനി 4 ആനകളുടെ പേരുകൾ പഠിച്ചു. അമരകോശം പഠിത്വ പര്യായ പദങ്ങൾ പഠിച്ചു. സംഭാഷണാംശം നാടകരൂപേണ അവാതരേത് എഴുതണം. ലോട്ട് രൂപാണി അലിഖത്. ലോട്ടിൻ്റെ രൂപം ഇവിടെ വന്നോ? ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. ഈ പാഠത്തിൽ വന്നിട്ടില്ല എന്നാ തോന്നണം. വന്നെങ്കിൽ പറയണേ. വിനോദയാത്ര കൃത്വ ദൈനികീം അലിഖത്. വിനോദയാത്ര ചെയ്ത് ദൈനിക എഴുതുക. ഹ്രസ്വ ചലച്ചിത്രം അരചയത്. ഒരു ചെറിയ ചലച്ചിത്രം നിർമ്മിതി. ക്രീഡയാ കെ ഗുണാഹ ലഭന്തേ. കളിയിലൂടെ എന്തെല്ലാം ഗുണങ്ങളാണ് ലഭിക്കുക? നല്ല വ്യായാമം ലഭിക്കും. ശരീരം നല്ല ദൃഢതയുള്ളതാവും. ധാരാളം കൂട്ടുകാരെ സ്വന്തം ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അവരോട് എങ്ങനെ പെരുമാറണമെന്ന് പറ്റും. കളിയിലാണെങ്കിലും സത്യം ധർമ്മം ഇതെല്ലാം വേണമെന്ന് മനസ്സിലാക്കാം. അങ്ങനെ വലിയ വലിയ കളിക്കാരാകാം. ഇവിടെ പാദകന്തുക ക്രീഡ. പാദകന്തുകം ഫുട്ബോൾ. പാദം കാല്. കന്തുക പന്ത്.
പാദകന്തുക ഫുട്ബോൾ കളിയാണ്. പിന്നെ അപ്പം ഈ പാഠം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് വായിക്കണം. അതൊന്ന് വേഗം വായിച്ചോളാം. എത്രയും വേഗം വായിക്കൂട്ടോ. നോക്കാം. ഷഷ്ടഃ പാഠഃ ഭീമാകാരം പശ്യാമഃ. ഒരു ഭീമാകാരനെ കാണാം. കഥാനുസാരം ചിത്രാണി സംഖ്യാനാം സാഹായേന ക്രമീകരോതോ. ചിത്രത്തിന് ക്രമത്തിൽ 1 2 1 2 3 എന്ന് നമ്പർ ഇടുക, ക്രമത്തിലിടണം. ആന സീവക കണ്ടുമുട്ടുന്നതും പഴം കൊടുക്കുന്നതും ഒക്കെ ക്രമത്തിലാക്കിയിട്ട് നമ്പർ ഇടുക. ജന്മനാ ഏവ മാനവാഹ യാത്ര കുതുകിനഃ ഭവന്തി. ജനങ്ങൾക്ക് യാത്രയ്ക്ക് വളരെയധികം ഉത്സാഹമാണ്. ദേശാന്തരഗമനായ അസ്മാകം പൂർവജാഹ മഹാന്തഃ ഉത്സാഹിനഃ ഭവന്തി. ദേശാന്തരം പല സ്ഥലങ്ങളിലും പോകുന്നതിന് നമ്മുടെ മുൻഗാമികൾ വളരെയധികം ഉത്സാഹികളായിരുന്നു. യാത്രാഭി നൂതന അനുഭവാൻ നവ്യജ്ഞാനാനി മാനസോല്ലാസം സ്വജീവന വിജയം അനായാസം സമ്പാദയാമഹ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സമ്പാദിക്കാം. എന്തെല്ലാം? നൂതന അനുഭവങ്ങൾ, പുതിയ അറിവുകൾ, മാനസികമായ ഉല്ലാസം, സ്വജീവന വിജയം, ഇതെല്ലാം ലഭിക്കും. അദ്യ വയമേകാം യാത്രാം കുർമഃ. ഇന്ന് നമുക്കൊരു യാത്രയ്ക്ക് പോകാം. ആനക്കോട്ടയിലേക്കാണ് പോകുന്നത്. ഛാത്രാः അധ്യാപികയാ സഹ വിദ്യാലയാത് വിനോദയാത്രയായി ഗുരുവായൂർ ആനക്കോട്ടാം ഗച്ഛന്തി. നമ്മൾ ഗുരുവായൂർ ആനക്കോട്ടയിലേക്കാണ് പോകുന്നത്. തത്ര പ്രവൃത്തം സംഭാഷണം ശൃണുമഃ. അവിടെയുള്ളൊരു സംഭാഷണം. മാളവിക പശ്യതു താരേ, പശ്യതു നോക്കൂ. ലോട്ടാണ്, ലോട്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ. പശ്യതു നോക്കൂ താരേ, തത്ര ഭീമാകാരഃ ഗജഃ അസ്തി. അവിടെ ഒരു വലിയ ആന നിൽക്കുന്നുണ്ടല്ലോ. താര സുന്ദരമായ ഗജഃ, അവൻ വലിയ സുന്ദരൻ തന്നെ. പർവ്വതൈവ ദൃശ്യതേ, പർവ്വതത്തെ പോലെ കാണുന്നു. ജോസഫഃ പശ്ചാത് ശൂർപ്പവത് പശ്യതോ, ക്ഷമിക്കുക തെറ്റിപ്പോയി. പശ്യതോ ശൂർപ്പവത് കർണൗ സ്തംഭവത് പാദാഹ. മുറം പോലുള്ള 2 ചെവികൾ, തൂണ് പോലുള്ള 4 പാദങ്ങൾ. അരവിന്ദ അസ്യ ദീർഘ പീനാച്ച ശുണ്ട ആശ്ചര്യം ജനയതി. അവൻ്റെ ആ നീളമുള്ളതും തടിച്ചതുമായ ആ കാലുകളുണ്ടല്ലോ, വളരെയധികം ആശ്ചര്യം ജനിപ്പിക്കുന്നു. റഹിമഹ പശ്യ തത്ര ഏകോ ഗജഃ നൃത്യതി. അവിടെ ഒരു ആന നൃത്തം ചെയ്യുന്നുണ്ടല്ലോ. മീര മാന്യേ ഏകസ്യ ഗജസ്യ മസ്തക ജലം സ്രവതി. ഒരാനയുടെ നെറ്റിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. തത് കുതഃ? അധ്യാപിക സമീചീനഃ പ്രശ്നഃ. നല്ല ചോദ്യം. തത് മദജലമേവ. അത് മദജലമാണ്. ഇതോപ്യധികം ജ്ഞാതും ഹസ്തിപം പൃച്ഛാമഹ. ഇതിലധികം അറിയണമെങ്കിൽ നമുക്ക് ആനക്കാരനോട്, പാപ്പാനോട് ചോദിക്കാം. ആഗച്ഛന്തു, എല്ലാവരും വരൂ. അധ്യാപിക ബോ ഹസ്തിപ, അല്ലയോ പാപ്പാൻ. കിം നാമ മദജലം. എന്താണ് ഈ മദജലം? ഹസ്തിപഹ. ഹസ്തിപൻ പറയാണ്, തത്തു അതാകട്ടെ ഗജസ്യ മദാവസ്ഥായാം തസ്യ മസ്തകാത് ജാതം ദ്രാവകം ഭവതി. ആനയ്ക്ക് മദമിളകുമ്പോൾ അതിൻ്റെ നെറ്റിയിൽ നിന്ന് വരുന്ന, മസ്തകത്തിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകമാണ് മദജലം. അരുണഃ അത്ര കതി ഗജാഹ സന്ധി. ഇവിടെ അത്ര ആനകളുണ്ട്. കതി എത്ര പഠിച്ചതാണേ. ഹസ്തിപഹ ഇതാനിയും ഉപചത്വരിംശത് ഗജാഹ സന്ധി. ഇതിന് ഇപ്പോൾ ഇവിടെ 40നോടടുത്തിട്ടുള്ള ആനകളുണ്ട്. റസീന ഗജഃ പ്രതിദിനം സ്നാനം കരോദിക്കും. ആന നിത്യവും കുളിക്കുമോ? ഹസ്തിപഹ ആം ഉവ്. നൂനം തീർച്ചയായും. ഗജവത് സ്നാനമാചരേത് ഇതി വചനം പ്രഥിതമേവ. ആനയെപ്പോലെ കുളിക്കുക എന്ന ഒരു ചൊല്ല് തന്നെ പ്രസിദ്ധമാണ്. അധ്യാപിക ആം സത്യം, അതെ ശരി. അനന്യ മമ മാതാമഹി ഗജഗീതം പാടിതവതി. എൻ്റെ അമ്മമ്മ എനിക്കൊരു ഗജഗീതം പാടിത്തന്നിട്ടുണ്ട്. മന്ദം പുരതശ്ചരതി ഗജ പർവ്വതകായോ ഭവതി ഗജ ശുണ്ടാദണ്ഡം ധരതി ഗജ ഇക്ഷോർദണ്ഡം വഹതി ഗജ. മാന അതാ മുന്നിൽ അങ്ങനെ പതുക്കെ പതുക്കെ നടക്കുന്നു. പർവ്വതകായനാണ്, പർവ്വതം പോലുള്ള ശരീരമാണ്. ഒരു ശുണ്ട എപ്പോഴും ധരിക്കുന്നുണ്ട്. ഇക്ഷുദണ്ഡം ആന കരിമ്പ് അതാ വഹിച്ചുകൊണ്ട് പോകുന്നു. സംഭാഷണാനന്തരം സർവേ ഛാത്രാः ഏകീഭൂയ ഗീതം ഉച്ചൈഹി ആലപന്തി. എല്ലാവരും ഗീതം ഉറക്കെ പാടുന്നു. തദനു യാത്രാ സമാപ്യ തേ വിദ്യാലയം പ്രതിഗച്ഛന്തി. അതിനുശേഷം യാത്ര സമാപിപ്പിച്ചിട്ട് എല്ലാവരും വിദ്യാലയത്തിലേക്ക് പ്രതിഗച്ഛന്തി
തിരിച്ചു പോകുന്നു. ഇവിടെ ഈ പാഠം നിർത്തുകയാണ്. കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നോക്കി മനസ്സിലാക്കണം. പാഠം അല്പം നീണ്ടു പോയിട്ടുണ്ട്. എല്ലാവരും എന്നാലും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.